പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ കളറിംഗ് ബുക്കും ബിഗ് ആയിട്ടുള്ള കളറിംഗ് ബുക്കും അതുപോലെ തന്നെ പെയിൻറ്റിങ് കിറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. പെയിൻറ്റിങ് കിറ്റും അതുപോലെ തന്നെ കളർ ചെയ്യാനുള്ള ബുക്കും എല്ലാം നമ്മൾ സെപ്പറേറ്റഡ് ആണ്. നമ്മൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വിച്ചൂട്ടനും ദേവൂട്ടനും വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പെയിൻറ്റിങ് കിറ്റ് നമ്മൾ ഒരെണ്ണവേ വാങ്ങിച്ചിട്ടുള്ളൂ. അതിനകത്ത് തന്നെ 2 പേർക്കും നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊട്ടിക്കാം. ഈ പെയിൻറ്റിങ് കിറ്റിന് 199 MRP. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ആ ബുക്കിനും 199 രൂപ തന്നെയാണ്. പെയിൻറ്റിങ് കിറ്റ് തുറക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു ബുക്കുണ്ട്. അത് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്. കാരണം ഇതിനകത്ത് കളേഴ്സൊക്കെ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് പെൻസിലും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പെൻസില്, ഷാർപ്നർ, എറേസർ, ഇങ്ങനെ 3 ഐറ്റം ഉണ്ട്. പെയിൻറ്റിങ് കിറ്റിനകത്ത് ഇതെല്ലാം ഓരോന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ 2 പേർക്ക് 2 ബുക്ക് വാങ്ങി എന്ന് മാത്രം. പിന്നെ അതുപോലെ അതിനകത്ത് നമ്മുടെ ഗ്ലിറ്ററുണ്ട്, ഒരു 3 ഷെയ്ഡിലുള്ള ഗ്ലിറ്ററുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കതിനകത്ത് സ്കെച്ച് പെന്നുണ്ട് കേട്ടോ. സ്കെച്ച് പെന്നൊരു 6 ഷെയ്ഡ് വരുന്ന ഒരു സ്കെച്ച് പെന്നുണ്ട്. ഇതും 2 പേർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഓയിൽ പേസ്റ്റൽസ്, ക്യാമലിൻ്റെ തന്നെ ഓയിൽ പേസ്റ്റൽസ് ഉണ്ട്. അത് 12 ഷെയ്ഡിൻ്റെയാണ്. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look. പിന്നെ ഇതിനകത്ത് വരുന്നത് കളർ പെൻസിൽസ് ആണ്. 12 ഷെയ്ഡിൻ്റെ ഉണ്ട് കളർ പെൻസിൽ. ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളുമൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നത് ബ്രഷ് പെന്നാണ് കേട്ടോ. ഇതാണ് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. നമ്മൾ സാധാരണ ഇതങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ഐറ്റം കണ്ടിട്ടാണ് നമ്മളിത് ശരിക്കും വാങ്ങിയത് തന്നെ കേട്ടോ. ബ്രഷ് പെന്ന് ഭയങ്കര സ്മൂത്താണ് വെച്ചാൽ ഭയങ്കര ഫ്ലോയിൽ നമുക്കങ്ങ് എഴുതാൻ പറ്റും കേട്ടോ. ലെറ്റേഴ്സൊക്കെ ആണെങ്കിലും പടം വരയ്ക്കാനാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കിത് എഴുതാൻ പറ്റുവേ. 3 ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. 3 കളറേ ഉള്ളൂ. ബ്ലൂ, റെഡ്, അതുപോലെ യെല്ലോ, അങ്ങനെ 3 കളറിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതാനാണെങ്കിലും പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കളറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ട്, അത് എന്താ പറയുന്നത്, ഭയങ്കര നൈസായിട്ടുള്ളൊരു ഇതാട്ടോ ഒരു പെന്ന്. നല്ല ഇതിൽ നമുക്ക് അകത്തൊക്കെ ഇങ്ങനെ കളർ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിള്ളേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം. കാരണം ഇങ്ങനെ പെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാർക്കറിനൊക്കെ ആണെങ്കിൽ ആ ഒരു കട്ടിയല്ലേ, ഇത് പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഈ പിള്ളേർക്കാണെങ്കിലും ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ഇത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി നമുക്ക് കളറിങ് ബുക്കിനകത്തുള്ള കുറച്ച് പിക്ചറുകളൊക്കെ ഒന്ന് കാണാവേ. കുറേ പടം ഇങ്ങനെ സാധാരണ കളറിങ് ബുക്ക് പോലെ തന്നെ സൈഡിൽ കളർ ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ കളർ ചെയ്യാനും, പിന്നെ കളർ ചെയ്യാൻ മാത്രമല്ല ഇങ്ങനെ ഡോട്ട്സൊക്കെ കൊടുത്തിട്ട് അത് പിള്ളേർ ആ നമ്പേഴ്സ് കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇത് ചെയ്യാനും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിത്രമൊക്കെ ചെയ്യൂലേ, അതുപോലെ ഒരെണ്ണം ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാനും. അപ്പോൾ ശരിക്കും നല്ല, നമ്മൾ വാങ്ങിയാൽ പിള്ളേർക്ക് എൻ്റർടൈനിങ് ആയിരിക്കും. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.